ഇന്ന് ഞാനൊരു വാർത്ത കേട്ടു. ഞാനെന്നല്ല, നമ്മളെല്ലാവരും കേട്ടു. ഒരു അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഉസ്താദ്, ഒരു പണ്ഡിതൻ, ഒരു പുഴയിൽ ചാടി അദ്ദേഹം മരണപ്പെട്ടു. വല്ലാതെ വേദനിച്ചു പോയി ആ വാർത്ത കേട്ടു. ആ വാർത്തക്കടിയിൽ ഞാൻ ഒരുപാട് കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അധിക കമന്റുകളും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിലും പലരും പറയുന്നു, അദ്ദേഹം ഒരു പണ്ഡിതനല്ലേ, എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക, ഒരു പണ്ഡിതൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ, തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു പലരും അതിൽ കമന്റ് ഇട്ടതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫിന്നാരി ജഹന്നം. ഒരാൾ ഒരു പർവ്വതത്തിൽ നിന്ന് ചാടി, തായോട്ട് ചാടി അവന്റെ ശരീരത്തെ അവൻ കൊന്നുകളഞ്ഞാൽ അവൻ നരകത്തിൽ യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ, കാലാകാലം നരകത്തിൽ അവന്റെ ശിക്ഷ ഒരു പർവ്വതത്തിൽ നിന്ന് ചാടലാണ്. വമൻ തഹസ്സാ സുമ്മൻ, ഒരാൾ വിഷം കഴിച്ചു, ഫഖതല നഫ്സഹു അവന്റെ ശരീരത്തെ കൊന്നു, അഥവാ വിഷം കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. എന്നാൽ ഫസുമ്മുഹു ഫീ യദിഹി യതഹാസഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. നരകത്തിലെത്തിയാൽ അവന്റെ കയ്യിൽ വിഷം കൊടുത്ത് അവനിങ്ങനെ അത് കഴിച്ച് അവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും ഉണ്ടാകല്. ഒമൻ ഖതല നഫ്സഹു ബി ഹദീദ, ഒരാൾ ഇരുമ്പ് കൊണ്ട് ആത്മഹത്യ ചെയ്തു. എന്നാൽ ഫഹദീദതുഹു ഫീ യദിഹി യജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഒരാൾ ഇരുമ്പ് കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അല്ലാഹു തആല കാലാകാലം അവന് കൊടുക്കുന്ന ശിക്ഷ ഈ ഇരുമ്പ് കൊണ്ടുള്ള ആത്മഹത്യയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. അത് വലിയ തെറ്റാണ്, നരകത്തിൽ കിടക്കാൻ കാരണമാണെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ഹദീസ് കാണാൻ ബുഖാരി ഇമാം ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന ഫീമൻ കാന ഖബലക്കും റജുലൻ ബിഹി ജുർഹുൻ, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾക്ക് ഒരു മുറിവ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായി. ഫജസിയ, ആ മുറിവ് വല്ലാതെ ശക്തമായി വേദനിച്ചു. ആ സമയം ഫഅഖദ സിക്കീനൻ ഫഹസ്സ ബിഹാ യദഹു, വേദന സഹിക്കാൻ കഴിയാതെ ഒരു കത്തിയെടുത്ത് അദ്ദേഹം തന്റെ കൈ മുറിച്ചു. മരിക്കുന്നത് വരെ രക്തം വാർന്നുകൊണ്ടേയിരുന്നു. രക്തം ഇങ്ങനെ വന്നു അദ്ദേഹം മരണപ്പെട്ടുപോയി. സത്യത്തിൽ ഇതൊരു ആത്മഹത്യയാണ്. അല്ലാഹു തആല പറഞ്ഞു, ബാദർനി അബ്ദി ബിനഫ്സി, എന്റെ അടിമ അവന്റെ ശരീരം കൊണ്ട് ധൃതി കാണിച്ചു, എന്നേക്കാൾ മുന്നേ അവന്റെ ശരീരത്തെ അവൻ കൊന്നുകളഞ്ഞു. ഹറംതു അലൈഹിൽ ജന്ന, നരകം അവന്റെ മേൽ ഹറാമാണ്, അവന്റെ മേൽ വിധി ഞാൻ കണക്കാക്കുന്ന മുമ്പേ അവനത് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്തു, അവന്റെ മേൽ സ്വർഗ്ഗം ഹറാമാണ്. ഈ രണ്ട് ഹദീസും ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഈ രണ്ട് ഹദീസിലും പറയുന്നത് ആത്മഹത്യ തെറ്റാണ്, ഹറാമാണ്, അതിന്റെ ശിക്ഷ നരകമാണ്, കഠോരമാണ് എന്നെല്ലാമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ഈ രണ്ട് ഹദീസും സ്വഹീഹാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആത്മഹത്യ ചെയ്തത് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും വിവരമുള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ആത്മഹത്യ തെറ്റാണ്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ആ ഒരു കമന്റില്ല പണ്ഡിതൻ ആത്മഹത്യ ചെയ്ത് തെറ്റാണെന്ന് പറയുമ്പോൾ, ഒരുപാട് കാലം ദർസിൽ ഓതിപ്പടിച്ച് ഒരു ദീനീ ഖിദ്മത്തിന്റെ മേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു പണ്ഡിതൻ, ഇത്രയും വിവരമുള്ള ഒരു പണ്ഡിതൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. ലക്ഷങ്ങൾ അദ്ദേഹം കടബാധിതനായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു പണ്ഡിതൻ ഇത്രയും ഒരു ആത്മഹത്യയിലേക്ക് എടുത്തു ചാടണമെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പ്രതിസന്ധി എത്ര കൂടുതലായിരിക്കും? എന്തുകൊണ്ടാണ് ആത്മഹത്യയുടെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കാത്തത്? പലരും മരിച്ചു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കും, ഭാര്യയും മക്കളും ഒറ്റക്കാണ്, സാമ്പത്തികമായി പ്രതിസന്ധിയുള്ളവരാണ്, അതുകൊണ്ട് നമുക്ക് സ്ഥലം കൊടുക്കാം, വീടുണ്ടാക്കി കൊടുക്കാം. സന്നദ്ധ സംഘടനകളും അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തകരും എല്ലാവരും മുന്നോട്ട് വരും. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യൻ ജീവിതകാലത്ത് ഒരു വീടിന് വേണ്ടി, ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടി ഈ ആളുകളെ മുന്നിൽ കയറിറങ്ങി അദ്ദേഹത്തിന്റെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് കാലം ആ മനുഷ്യൻ ഇതിനു വേണ്ടി യാചിച്ചിട്ടുണ്ട്. ആളുകൾ പലരും അദ്ദേഹത്തെ തട്ടിമാറ്റി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വീടുണ്ടാക്കി കൊടുക്കാനും സ്ഥലത്തിനു വേണ്ടിയും ചാരിറ്റി പ്രവർത്തകരും സംഘടനകളും മുന്നോട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? പേരിനോ പ്രശസ്തിക്കോ? ഞങ്ങളാണ് വീട് കൊടുത്തതെന്ന് പറയാനോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കിടന്നുറങ്ങുമ്പോൾ ഒരു ഉപ്പയില്ലാത്ത, ഭർത്താവില്ലാതെ പുതിയ ഒരു വീട് കിട്ടിയിട്ട് അവർക്ക് എന്തു കാര്യം? സുന്ദരമായി റാഹത്തോടെ സന്തോഷത്തോടെ അവർക്ക് എങ്ങനെ ആ വീട്ടിൽ കിടക്കാൻ കഴിയും? ഞാൻ പറയുന്നത്, ഇനി ഒരിക്കലും ഇത് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കരുത്. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും കടം കാരണം ഒരിക്കലും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിപ്പോകരുത്. നമ്മുടെ ഉമ്മത്തിൽ സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാരും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അവർ ചെയ്യുന്ന ജോലി എടുത്തു നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന്റെ
ശമ്പളം, അതിന്റെ കൂലി നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് കൂലി വാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടാണ്. ഖുർആൻ പഠിപ്പിച്ച് കൂലി വാങ്ങുന്നതിനേക്കാൾ ഒരു ജോലിക്കും കൂലി വാങ്ങാൻ അർഹതയില്ല എന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ നോക്ക്, അത്രയും മഹത്വമാണ് ഒരു പണ്ഡിതൻ നൽകുന്നത്. ഒരു മദ്രസ മുഅല്ലിം, ഒരു ഉസ്താദ് കൊടുക്കും, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ദർസിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, ഒരു മഹലിന്റെ ഖത്തീബ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൽമ് അത്രയും വലുതാണ്. അതിന് കൂലി നിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ നാടുകളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി എടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന വേതനവും നമ്മുടെ പള്ളിയിലെ ഖത്തീബിന്, മദ്രസയിലെ ഉസ്താദുമാർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളവും ഒന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ, താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഒരുപക്ഷെ ഉസ്താദിനേക്കാൾ ശമ്പളം വാങ്ങുന്നത് കൂലിപ്പണിക്കാരനായ ബംഗാളിയോ മറ്റു ഏതെങ്കിലും സംസ്ഥാന തൊഴിലാളിയോ ആയിരിക്കും. നമ്മുടെ മക്കൾക്ക് അലിഫ് പഠിപ്പിച്ച് അള്ളാ എന്ന് ഉച്ചരിക്കാൻ പഠിപ്പിച്ച ഉമ്മ ആരാണ്, ഉപ്പ ആരാണെന്ന് പറഞ്ഞു കൊടുത്ത, ഉമ്മയുടെയും ഉപ്പയുടെയും വില എന്താണെന്ന് പറഞ്ഞു കൊടുത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിന് നമ്മൾ കൊടുക്കുന്ന ശമ്പളം പറയാതിരിക്കലാ നല്ലത്. 10-15 കൊല്ലം കഴിഞ്ഞ് ശമ്പളം കൂട്ടിത്തരാൻ വേണ്ടി ചോദിച്ചാൽ ഇപ്പോഴേക്ക് മഹല്ലിലെ കാരണവന്മാരും കമ്മിറ്റിക്കാരും മുഖം കറുപ്പിക്കാൻ തുടങ്ങി. 15 കൊല്ലമായിട്ടും 5000 രൂപയും 7000 രൂപയുമാണ് ആ ഉസ്താദിന് കൊടുക്കുന്നത്. ആ ഉസ്താദിനെ കൊണ്ട് നേടേണ്ടത് മുഴുവനും അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, കടങ്ങളുണ്ട്, അവർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോഴും നമ്മൾ ഉന്നയിക്കുന്നത് അവർക്ക് ബറക്കത്തില്ല എന്നാണ്. ഈ ബറക്കത്ത് ഉസ്താദുമാർക്ക് മാത്രമല്ല, സാധാരണക്കാർക്കുമുണ്ട്. ബറക്കത്ത് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ആ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ് അങ്ങാടിയിൽ പോയാൽ മീൻ വാങ്ങുമ്പോൾ 50 രൂപന്റെ മീനിന് 25 കൊടുത്ത കടക്കാരനോട് ബറക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയപ്പെട്ടവരെ സമ്മതിക്കുക? ആരും സമ്മതിക്കുകയില്ല. എല്ലാവരും കൊടുക്കേണ്ടത് തന്നെ ഉസ്താദുമാരും കൊടുക്കണം. എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയാണ് അങ്ങാടിയിൽ, മാർക്കറ്റുകളിൽ സാധനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ഒരിക്കലും ഇത് ആവർത്തിച്ചു പോകരുത്. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഖൈറാത്തുൽ ഹിസാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ മകൻ ഹമ്മാദ് എന്നവർ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ പൂർത്തീകരിച്ചപ്പോൾ ഉസ്താദ് സൂറത്തുൽ ഫാത്തിഹ മുഴുവനും ആ കുട്ടിക്ക് തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതാൻ പഠിപ്പിച്ചപ്പോൾ 500 ദിർഹം ഉസ്താദിന് കൊടുക്കുകയാണ് അബൂ ഹനീഫ ഇമാം. പല അഭിപ്രായമുണ്ട്, 1000 ദിർഹമാണ് കൊടുത്തത്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചു, മാദാ സ്വനഅതു ഹത്താ ഉർസില ഇലയ്യ ഹാദാ, നിങ്ങൾ ഇത്രയും വലിയൊരു സംഖ്യ എനിക്ക് നൽകാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? ആ സംഖ്യ അബൂ ഹനീഫ ഇമാമിന് തിരിച്ചു കൊടുത്തു. ആവലാതി പറഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ലാ തസ്തഖിർ മാ അല്ലംത വലദി, എന്റെ മകനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ നിസ്സാരമാക്കാൻ പാടില്ല, നിങ്ങൾ അതിനെ ചെറുതാക്കാൻ പാടില്ല. അത് വലിയൊരു സംഭവമാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ലൗ കാന മഅനാ അക്സറു ദാലിക ലദഫഅനാഹു ഇലൈക തഅദീമൻ ലിൽ ഖുർആൻ, ഈ 500 ദിർഹമിനേക്കാൾ അല്ലെങ്കിൽ 1000 ദിർഹമിനേക്കാൾ കൂടുതൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകും. കാരണം അത്രയും വലിയ ഒരു കാര്യമാണ് നിങ്ങൾ എന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു ഫാത്തിഹയാണ്. ആ ഫാത്തിഹ ഇല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ നിസ്കാരം സഹിയാവുകയില്ല. ആ ഫാത്തിഹ ഇല്ലെങ്കിൽ മരിച്ച ഉമ്മാന്റെ അരികിൽ പോയി ഫാത്തിഹ ഓതിയാൽ ആ ഫാത്തിഹ കിട്ടുകയില്ല. ആ ഫാത്തിഹ തജ്വീദിന്റെ നിയമമില്ലെങ്കിൽ സ്വീകരിക്കുകയില്ല. ഫാത്തിഹ തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതാൻ പഠിപ്പിച്ച നിങ്ങൾ വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തത്, ചെയ്തതെന്ന് പറഞ്ഞ് ഉസ്താദിന് വാരിക്കോരി കൊടുത്തവരാണ് പൂർവികരായ മഹാന്മാർ. ഒരു ഫാത്തിഹ നമ്മുടെ കുട്ടി പഠിച്ചാൽ നമ്മൾ ആ ഉസ്താദിന് പ്രത്യേകം വല്ലതും കൊടുക്കാറുണ്ടോ? ഒരു യാസീന് പഠിച്ചാൽ നമ്മൾ വല്ലതും സ്പെഷ്യലായി കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു ഫീസ് കൂടുതൽ ചോദിച്ചാൽ അപ്പോഴേക്ക് മദ്രസയിൽ നിന്ന് പേര് വെട്ടി ആ മദ്രസ ശരിയല്ലെന്ന് പറഞ്ഞ് നമ്മൾ അപ്പോഴേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. പലരും പ്രയാസങ്ങളിൽ ആണ്ടുപോയി കിടക്കുകയാണ്, ചോദിക്കാൻ കഴിയാതെ. യാചിക്കാൻ അവർക്ക് മനസ്സിൽ താല്പര്യമുണ്ട്, പക്ഷേ അവരുടെ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് മുതലാളിമാരുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർ അന്വേഷിച്ച് ഞാൻ അവർക്ക് കൊടുക്കണം. 4, 5, 6, 7 ഹജ്ജുകളും ഉംറകളും ചെയ്യുന്നതിന് പകരം ആ സമ്പത്തുകൾ, നിർബന്ധമായ ഹജ്ജും ഉംറയും വീട്ടി ബാക്കി ഉള്ള സമ്പത്തുകൾ അത് മുഴുവനും നമ്മുടെ കുടുംബത്തിലെ പാവങ്ങൾ, പണ്ഡിതന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ, വീടില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, എത്തിയും കുട്ടികളുള്ളവരുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി നീക്കിവെച്ചാൽ അതാണ് മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഒരു മുഅ്മിനിന്റെ പ്രയാസം തീർക്കലാണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ഉസ്താദും ഒരു പാവപ്പെട്ടവനും കടത്തിന്റെ പേരിൽ പ്രയാസം
പ്രയാസങ്ങളെ പേരിൽ ജീവിതം നശിപ്പിക്കുന്ന ഒരു ഗതികേട് നമ്മൾ കണ്ടുപോകരുത്. നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ ഏറ്റിത്തരുമാറാവട്ടെ. അത്തരം ദാരുണമായ അവസ്ഥയിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ.